ഈ ഇരിക്കുന്ന ആളുകൾക്കൊക്കെ മക്കളുണ്ടാവുമല്ലോ. ഞാൻ ആരെയും ഉദ്ദേശിച്ചിട്ടില്ല, ആരെയും കുറ്റം പറയല്ല, നമ്മളെ കുറവ് പറയണം. നമ്മൾ എത്ര ആൾക്കാരെ മക്കൾ ഈ സദസ്സിലുണ്ട്? അവര് വരണ്ട ഇപ്പത്തെ കുട്ടികളല്ല വയലിന് വന്നിരിക്കുവോ? അതിന് ഇരിക്കുവോ എന്ന് പറയാന് മോനെ ഇന്ന് വയലുണ്ട് നമ്മൾ പോവാന്ന് ആരെങ്കിലും വിളിച്ചു നോക്കിയോ? എന്നിട്ട് നമ്മൾ പറയാം മക്കള് പറഞ്ഞ് കേൾക്കൂല. കേൾക്കണമെങ്കിൽ മോനെ ഇന്ന് വയലിന് പോടാ, ഹദ്ദാദിന് പോടാ, യാസീൻ ഓതടാ എന്ന് പറഞ്ഞാൽ കുട്ടികൾ കേൾക്കൂല. വാ മോനെ നമുക്ക് ഹദ്ദാദ് റാത്തീബ് ചെല്ലാൻ പോവാം. ചെറുപ്പത്തിലെ പഠിപ്പിക്കേണ്ട ഒരു രീതി ഉണ്ടായിന്, ഞാൻ അതിലേക്ക് വരാം. അപ്പൊ കുടുംബത്തെയും നരകത്തെ തൊട്ട് സൂക്ഷിക്കേണ്ട ഉത്തരവാദിത്വം നമുക്കാണ്. എന്റെ മക്കളെ അള്ളാഹു എനിക്ക് ഏൽപ്പിക്കുന്ന സമയത്ത് മുത്തുനബി പറയാണ്, കുല്ലു മൗലൂദിൻ യൂലദു അലൽ ഫിത്ര. ഒരൊറ്റ തെറ്റില്ല. എത്ര ശുദ്ധമായ പ്രകൃതക്കാരായിക്കൊണ്ടാണ് മക്കൾ അള്ളാഹു നമുക്ക് ഏൽപ്പിച്ചത്. എന്റെ മക്കളെ പടച്ചോൻ എനിക്ക് തരുമ്പോ അവന് കള്ളുകുടിയനല്ല, പെണ്ണ് പിടിയനല്ല, കളവ് പറയുന്നവനല്ല, മോഷണം നടത്തുന്നവനല്ല, ശുദ്ധ പ്രകൃതക്കാരനാണ്. കുല്ലു മൗലൂദിൻ യൂലദു അലൽ ഫിത്ര ഫഅബവാഹു യുഹവ്വിദാനിഹി വഔ യുനസ്സിറാനിഹി ഔ യുമജ്ജിസാനി. പിന്നെ മാതാപിതാക്കളാണ് അവനെ യഹൂദനാക്കുന്നതും നസറാനിയാക്കുന്നതും തീയാരാധകനാക്കുന്നതും. മക്കളെത്ര ശുദ്ധ പ്രകൃതക്കാരായി കൊണ്ടാണ് നമ്മുടെ ഇടയിൽ വളരുന്നത്. എന്നാൽ നമ്മുടെ കുടുംബത്തിലെ പശ്ചാത്തലങ്ങളും വീട്ടിലെ സാഹചര്യങ്ങളും കണ്ടുകൊണ്ടാണ് കുട്ടികൾ വളരുന്നത്. അവര് വഴികേടിലാകാനുള്ള ഒന്നാമത്തെ പ്രതികളാരാണ്? അത് ഉമ്മ ഉപ്പമാരാകുന്ന നമ്മൾ തന്നെയാണെന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നത്. ഞാൻ പറയണല്ല, നമ്മൾ നല്ല മുത്തഖീങ്ങളാവും, എല്ലാ വയതിനും മുന്നിലെ സൊഫിലുണ്ടാവും, മക്കളെ കാര്യത്തിൽ യാതൊരു ശ്രദ്ധയുണ്ടാവില്ല. സുന്നത്ത് ജമാഅത്തിന്റെ നടുക്കുണ്ടാവും, അല്ലെങ്കിൽ പ്രസ്ഥാനത്തിന്റെ വലിയ ആളായിരിക്കും. കല്യാണം വീട്ടിൽ നടക്കുമ്പോൾ മക്കൾ ഇസ്ലാമികമായ രൂപത്തിൽ ഒരു മകളെ കെട്ടിച്ചയക്കാൻ അയാൾ റെഡി ആവില്ല. പറഞ്ഞാൽ കേൾക്കണ്ടേ ചോദിക്കും. പറഞ്ഞിട്ട് കാര്യമില്ല, അത് നമ്മളെ ഉത്തരവാദിത്തമാണ്. ഖൂ അൻഫുസകും വഅഹ്ലീകും നാറാ. ഓരോ ഘട്ടങ്ങളിൽ ഈ മക്കളെ പരിപാലിക്കേണ്ട രൂപങ്ങളും രീതികളുമുണ്ട്. ആ ക്രമങ്ങൾ ഓരോ മാതാപിതാക്കളും കൃത്യമായി കുടുംബത്തിൽ നിർവഹിച്ചിട്ടില്ലെങ്കിൽ നമ്മൾ തന്നെയാണ് ഉത്തരവാദി.